ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം തൈര് വട കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇന്ന് നമ്മൾക്ക് തൈര് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മളൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഉഴുന്ന് വട ഉണ്ടാക്കാനൊക്കെ അരക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കുക നമ്മൾ. അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ഇഞ്ചി ചേർക്കണം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർക്കുക. പച്ചമുളകും അതേപോലെ തന്നെ ചേർക്കുക. പിന്നെ മല്ലിയില അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. കറിവേപ്പിലയും കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തൈര് റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾക്ക് കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഏതെണ്ണയാണേലും കുഴപ്പമില്ല. പിന്നെ കടുക് ഇടുക കുറച്ച്, പിന്നെ ജീരകം ഇടുക. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞു വെച്ചത് ഇടണം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പം അത്, പിന്നെ പച്ചമുളക് ഇടുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾക്ക്. ഇത് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വറുത്ത് കിട്ടും. അതിനുശേഷം ഇതിലോട്ട് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി ഇടുക. അതിനുശേഷം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു കടുക് താളിച്ചത് നമ്മുടെ തൈരിലോട്ട് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. ഇനി നമ്മൾക്ക് വട ഉണ്ടാക്കാം. അപ്പം വട ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു തൈര് വടയായിട്ട് മിക്സ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം വട ഉണ്ടാക്കുമ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം തൈര് വടയായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് സാധാരണ ഉഴുന്നുവടയുടെ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ഞാനിത് ആദ്യം ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, സാധാരണ എണ്ണയിൽ ഇട്ടിട്ട്. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഷേപ്പൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഉരുണ്ട പോലെയാണ് ഇടുന്നത്. ഇനി ഇതിൽ നമ്മൾ വറുത്ത് വെച്ച വടയെല്ലാം ചൂടുവെള്ളത്തിലിടണം. ഒരു 2 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് മുക്കിയിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഉണ്ടാവും, എക്സ്ട്രാ എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇനി പ്രസ് ചെയ്യേണ്ട, അതേ ഷേപ്പ് പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ പ്രസ് ചെയ്യാതെ എടുക്കാം. പക്ഷേ കുറച്ച് എന്തായാലും പ്രസ് ചെയ്യണം, അതിൻ്റെ എക്സ്ട്രാ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ നമ്മൾക്ക് ഇനി ഈ ഒരു ഉഴുന്നുവടയിലോട്ട് തൈര് ചേർക്കുക. നമ്മൾ അപ്പോഴേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത്രേ ഉള്ളൂ. തൈര് ചേർത്തതിന് ശേഷം ഇച്ചിരി മുളക് പൊടി ചേർക്കേണ്ടത്, സാധാരണ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ചേർക്കണം. അത്രേ ഉള്ളൂ നമ്മൾക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് വടയാണ്. പിന്നെ ഇതേപോലെ മധുരത്തിൽ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു കടുക് താളിച്ചതിന് പകരം പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട് പൊതുവെ. തൈര് വട ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി അഥവാ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ നമ്മൾക്ക്. എല്ലാ ഫുഡും ഇതുപോലെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബൈ.